ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടു ലേൺ PSC എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകളാണ് പഠിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോക്കിയത് മിക്സഡ് ടോപ്പിക്സ് ആയിരുന്നു. വിവിധ ടോപ്പിക്സ് മിക്സഡ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, GKയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇത് 2021 ചോദിച്ച മിക്ക പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതൊരു സെക്ഷനായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ടോപ്പിക് ക്ലാസ്സുകളും SCERT ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പിന്നെ ക്ലാസ്സുകൾ കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചർച്ച് മിഷൻ സൊസൈറ്റി CMSൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ്? ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല എവിടെയാണ്? CMS. മലബാർ, തിരുവിതാംകൂറും കൊച്ചിയും. തിരുവിതാംകൂർ, കൊച്ചി, ഇങ്ങനെയായിരുന്നു എക്സാമിനും ഓപ്ഷൻ വന്നത്. ഇതിൻ്റെ ആൻസർ തിരുവിതാംകൂറും കൊച്ചിയുമാണ്. തിരുവിതാംകൂറും കൊച്ചിയിലുമായിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSൻ്റെ പ്രവർത്തന മേഖല. ഇനി ഇതിൽ ഓപ്ഷനുണ്ട് തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ എന്താണെന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSൻ്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആയിരുന്നു. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആയിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഗൗരി പാർവതി ബായ്. ഈ പോയിന്റും ഓർത്തു വെക്കണം. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായ്. അടുത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ്? മലബാർ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മലബാർ, തിരുവിതാംകൂർ, കൊച്ചി, തിരുവിതാംകൂർ, കൊച്ചി. അപ്പോൾ ഏതെല്ലാം ഒരു ഏകദേശം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. മലബാറിലാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തനം. ഇനി കോട്ടയം CMS പ്രസ് സ്ഥാപിക്കുന്നതിനും അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആണ്. അടുത്തത് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയുടെ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും +2 പ്രിലിംസിന് ചോദിച്ച ചോദ്യമായിരുന്നു. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയുടെ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ കാലാവസ്ഥ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ശൈത്യകാലം. ശൈത്യകാലത്തെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ അനുബന്ധ ചോദ്യം നോക്കാം. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയിലെത്തുന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ, എന്താണ് പശ്ചിമ അസ്വസ്ഥത? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയിലെത്തുന്ന കാലാവസ്ഥാ പ്രതിഭാസം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാബി വിളകൾക്കും ഗോതമ്പ് കൃഷിക്കും പ്രയോജനകരമായ ഒരു മഴയാണ് പശ്ചിമ അസ്വസ്ഥത. അതുപോലെ പഞ്ചാബിൽ ശൈത്യകാലത്ത് മഴ പെയ്യുന്നതിനുള്ള കാരണവും പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പോൾ റാബി വിളകളും ഗോതമ്പ് കൃഷിക്കും പ്രയോജനകരമായൊരു മഴയാണ് പശ്ചിമ അസ്വസ്ഥത എന്നും കൂടി ഓർക്കുക. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് ജെറ്റ് പ്രവാഹമാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ. പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈത്യകാലമാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്ന കാലാവസ്ഥ പ്രതിഭാസം. റാബി വിളകൾക്കും ഗോതമ്പ് കൃഷിക്കും ഉപകാരമായ ഒരു മഴ കാരണമായത് പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പം ഇതിൻ്റെ വിളകൾക്ക്, റാബിയുടെയും ഗോതമ്പിൻ്റെയും വിളകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് പശ്ചിമ അസ്വസ്ഥതയാണ്. അടുത്തത്, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. നമ്മൾക്കറിയാം, മൗലിക അവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. ഇനി നമുക്ക് മൗലിക അവകാശങ്ങളെക്കുറിച്ച് നോക്കാം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. പഠിച്ചല്ലോ മൗലികാവകാശം. മൗലികാവകാശങ്ങളുടെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3ലാണ്.
മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അടുത്തത് ബയോട്ടിൻ എന്നറിയപ്പെടുന്ന ജീവകം. ഇത് 10th പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2021. ബയോട്ടിൻ എന്നറിയപ്പെടുന്ന ജീവകം B7. അടുത്തത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഉൾപ്പെടുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ്. ഇനി ഇതിനെക്കുറിച്ച് നോക്കാം. ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 എന്താണ് പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള മൗലിക അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 29 എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള മൗലിക അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 30. മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ കൊടുത്തിട്ട് ഇത് ചിലപ്പം അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ആർട്ടിക്കിൾ 30 എന്താണ്. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതപ്പോൾ നമ്മൾ ഓർമ്മിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 എന്നാൽ മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. അടുത്തത് ഓക്സിജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p4 ആണ് ഓക്സിജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അടുത്തത് താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പേശികല. അടുത്തത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ജമുന. നമ്മൾ ഓർമ്മിക്കണം ഹിമാലയ നദികളും പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഉപദ്വീപീയ നദികൾ, ഹിമാലയ നദികൾ എന്നിവ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. എക്സാമിന് പോകുന്നതിന് മുന്നേ ആ കാര്യങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രിലിംസിന് ഒരുപാട് ചോദിച്ചൊരു ഭാഗമായിരുന്നു ഇന്ത്യൻ ഭൂമിശാസ്ത്രം. അപ്പോൾ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരാണ് ജമുന. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് സാദിയ. മനസ്സിലായല്ലോ? അരുണാചൽ പ്രദേശിലാണ് ദിഹാങ് എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന സാങ്പോ. ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് സാദിയ. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. താഴെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ മോഡൽ ചോദ്യമാണ്. നമ്മൾ ഒന്നെങ്കിലും ഒരു പുതിയ മോഡൽ ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം എടുത്തത്. ലോകസഭ, രാജ്യസഭ, പാർലമെൻറ്റ്, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ PSC പരീക്ഷകളിലും പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പ്രസ്താവന രാജ്യസഭയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നത് ഹമീദ് അൻസാരിയാണ്. നാലാമത്തെ ചോദ്യം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ആൻസർ കിട്ടിയോ? ഇതൊക്കെ രാജ്യസഭയുമായിട്ടുള്ള പ്രസ്താവനകളാണ്. 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് രാജ്യസഭയായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. രാജ്യസഭയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലാണ്.
ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നത് ഹമീദ് അൻസാരിയാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ആൻസർ 1, 2, 3, 4 ശരിയാണ്. ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ച് നോക്കാം. രാജ്യസഭയെ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 80. ആർട്ടിക്കിൾ 80 രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാജ്യസഭ ആദ്യമായി സമ്മേളിച്ച വർഷം 1952 മെയ് 13. ഓർമ്മിച്ച് വെക്കണം, രാജ്യസഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് രാജ്യസഭ പേര് സ്വീകരിച്ചത് ഏത് വർഷമാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ 1954 ഈ പേര് സ്വീകരിച്ചത്. അടുത്തത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഉപഭോക്തൃ തർക്കം പരിഹാരത്തിനായി ഉപഭോക്താക്കൾ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താക്കൾ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്? 400 രൂപ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. 1986 പകരം ഇന്ത്യയിൽ പുതിയൊരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. 2020 നിലവിൽ വന്നത്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. 1986 ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി നിലവിൽ വന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നപ്പോൾ കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രിയായിരുന്നു രാംവിലാസ് പാസ്വാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏതാണ്? ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം അനാൽജസിക്സ് ആണ് ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡിസ്ഇൻഫെക്റ്റൻസ്. ഇതിലെ ഡിസ്ഇൻഫെക്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡിസ്ഇൻഫെക്റ്റൻസ്. അടുത്തത് ശരീര താപനില കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിപൈററ്റിക്സ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിപൈററ്റിക്സ്. ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിസെപ്റ്റിക്സ്. ശരീരത്തിൻ്റെ പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിസെപ്റ്റിക്സ്. ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് പഠിച്ചല്ലോ. ശരീരവേദന കുറയ്ക്കാൻ അനാൽജസിക്സ്, സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഡിസ്ഇൻഫെക്റ്റൻസ്, ശരീര താപനില കുറയ്ക്കാൻ ആൻറ്റിപൈററ്റിക്സ്, ശരീരത്തിൻ്റെ പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ആൻറ്റിസെപ്റ്റിക്സ്, ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്. അടുത്തത് കർമ്മയോഗി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കർമ്മയോഗി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ അരവിന്ദ ഘോഷ്. ദി ഹിന്ദു എന്ന പത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ. ഓപ്ഷനിൽ ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് ദി ഹിന്ദു. അദ്ദേഹത്തിൻ്റെ കൂടെ വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് ഇവരും 3 പേരും ചേർന്നിട്ടാണ് ദി ഹിന്ദു പത്രം സ്ഥാപിച്ചത്. അടുത്തത് വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചതാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് സ്ഥാപിച്ച പത്രമാണ് വന്ദേ മാതരം. മറാത്ത, കേസരി എന്നീ പത്രങ്ങളായിരുന്നു ബാലഗംഗാധര തിലക് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി പന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ, തൈക്കാടയ്യ, സഹോദരൻ അയ്യപ്പൻ, ഭഗ്ബടാനന്ദൻ. ആരാണ് തൈക്കാടയ്യ? സമപന്തി ഭോജനം നടത്തിയതാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ പന്തി ഭോജനം നടത്തിയത്, സാധാരണ പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം നടത്തിയത് വാഗ്ബടാനന്ദൻ. ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടന ആർട്ടിക്കിൾ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടന ആർട്ടിക്കിൾ
ഏതാണ്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ആർട്ടിക്കിൾ 32 അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ആർട്ടിക്കിൾ 32 അംബേദ്കർ വിശേഷിപ്പിച്ചത്. മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ ഭേദഗതി വരുത്താനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ ഭേദഗതി വരുത്താനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. അടുത്ത ക്വസ്റ്റ്യൻ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടന അനുച്ഛേദം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. അടുത്തത് ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടൽക്കാട് മുഴുവൻ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഈയിടെയാണ് കണ്ടൽക്കാട് മുഴുവൻ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? സിന്ധു നദി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ടി.എം. വർഗീസ്, സി. കേശവൻ, എം.വി. ജോസഫ്, എ.കെ. ഗോപാലൻ. ആരാണ്? എ.കെ. ഗോപാലൻ. അടുത്തത്, ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡിറ്റർജൻറ്റുകൾ. ഇത് പിന്നെ കെമിസ്ട്രി ഡെയിലി ലൈഫ് നമ്മൾ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്നൊരു ഭാഗത്തിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളത് എന്തായാലും പഠിക്കണം. ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത്, ശരാശരി ഊർജം കൂടുമ്പോൾ വസ്തുവിൻ്റെ താപനില. ശരാശരി ഊർജം കൂടുമ്പോൾ വസ്തുവിൻ്റെ താപനില കൂടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഘനജലം. അപ്പം നമ്മളിന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ ക്ലാസ്സിലെ. അപ്പം നമുക്കൊന്ന് കുറച്ച് സിമ്പിളായിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് എടുത്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കിയത് 2021 വിവിധ പരീക്ഷകളിലായി ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളും ഇനി അതിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ക്ലാസ്സുകൾ? ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.